മുറിച്ച് വെച്ച പീസുകളാണിത്. ആ 3 പീസുകളും ഫ്രണ്ടിലേക്കുള്ള 3 പീസും ബാക്കിലേക്കുള്ള 3 പീസും അങ്ങനെ ചേർത്ത് വെച്ച് നോക്കാം. അതിനുശേഷം നേരെയുള്ള പീസുകൾ തമ്മിൽ ആദ്യം ചേർത്ത് തയ്ച്ചെടുക്കുക. പിന്നെ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗവും തയ്ക്കുക. 2 സൈഡിലേക്കും ക്രോസ് ആയിട്ട് വരണം. അങ്ങനെ 2 ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇങ്ങനെ ചേർത്ത് 2 ഭാഗവും മടക്കി നമ്മൾ ചുരിദാറിന് കട്ട് ചെയ്യണ പോലെ വെച്ചെടുക്കുക. നീങ്ങി പോവാതിരിക്കാൻ പിന്നെ ഊത്തി കൊടുക്കുക. ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഞാനതിൽ അളവൊക്കെ മാർക്ക് ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ചെടുക്കുക. ലൈനിങ്ങിൻ്റെ തുണി നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചെടുത്താൽ മതി. നെക്ക് എനിക്ക് വേണ്ടത് 2.5 ഇഞ്ചാണ്. അല്ല 2.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തത്. എനിക്ക് വേണ്ടത് 3 ഇഞ്ചാണ്. മാർക്ക് ചെയ്ത് അതിലൂടെ വെട്ടിയെടുക്കുക. ഈ എംബ്രോയ്ഡറി നെക്ക് അതിനകത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ലൈനിങ് തുണി ചേർത്ത് അടിച്ചതിന് ശേഷം എംബ്രോയ്ഡറിങ് വെച്ച് അടിക്കുകയാണ്. ബാക്ക് പാർട്ടും ലൈനിങ് വെച്ച് തയ്ച്ചെടുക്കുക. രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൽ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കണം. അല്ലെങ്കിൽ അത് ഫ്രണ്ട് കഴുത്ത് മേലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ചെസ്റ്റ് 38 അല്ല, അതുകൊണ്ട് അവിടെ 9.5 എടുത്തു. പിന്നെ ഷേപ്പിൻ്റെ ഭാഗം 9. യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. താഴെ ഭാഗം ചിലപ്പം കയറി ഇറങ്ങി അങ്ങനെ ഓരോ പീസുകൾ നമ്മൾ തയ്ക്കുമ്പോൾ വ്യത്യാസത്തിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് നേരെ വെട്ടി കൊടുത്താൽ മതി. താഴെ ഭാഗം കുറച്ചെടുത്തതുകൊണ്ടാണ് ഫ്ലെയർ കുറവ്. കുറച്ചും കൂടെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെയർ കിട്ടും. ഇപ്പോൾ റെഡിയായി.